ഹലോ, ഇന്ന് നമുക്ക് നോമ്പുതുറയുടെ വിശേഷങ്ങൾ നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എഗ് റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് റെഡിയായതിനു ശേഷം അതിലേക്കുള്ള മസാലയായിട്ട് ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് കേസരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മുടെ എഗ് റോൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസായിട്ട് ചിരങ്ങയുടെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചിരങ്ങ മുറിച്ച് വേവിച്ചിട്ട് പാലും കൂട്ടി അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ഇന്ന് മന്തിയാണ്. അപ്പോൾ മന്തിയിലേക്കുള്ള മസാലയും റെഡിയാക്കി, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കസ്റ്റാർഡ് കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ നാരങ്ങ വെള്ളം നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം കൂടി കലക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള മന്തിയിലേക്കുള്ള ചിക്കനാണ്. അത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അത് വേവിക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി ആ കസ്റ്റാർഡിലേക്കുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ ഇടാൻ വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ആപ്പിള്, മുന്തിരി, അനാറ്, മാങ്ങ ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം കസ്റ്റാർഡിലേക്ക് ചേർക്കുന്നില്ല, നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യാണ്. ഇനി കുറച്ച് ചിയാ സീഡ് കൂടി വെള്ളത്തിലിട്ടിട്ട് വെക്കണം. ഇത് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് മധുരം പിടിക്കും. അപ്പോഴേക്കും നമ്മൾ മന്തിക്കുള്ള റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മന്തി ദം ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് എടുക്കാം. ഇതിനിടയിൽ നമ്മൾ എഗ് റോൾ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മന്തിയിലേക്ക് കുറച്ച് മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് മയണൈസ് കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേസരി കട്ട് ചെയ്തിട്ട് എഗ് റോളും ഒക്കെ പാത്രത്തിലേക്കാക്കിയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാണ്. കസ്റ്റാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. ഇപ്പം മന്തിയൊന്നും ഇപ്പം കഴിക്കില്ല. അതൊക്കെ നമ്മൾ നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മന്തിയൊക്കെ ദം പൊട്ടിച്ചിട്ട് വിളമ്പാണ്. മന്തിയിലേക്ക് മയണൈസും തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കസ്റ്റാർഡ് എടുത്തിട്ടുള്ളത്. കസ്റ്റാർഡിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും കൂടിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.